വെൽക്കം ബാക്ക് മമ്മ ആൻഡ് കിഡ്സ് സോൺ. ഇന്ന് നമുക്ക് കുക്കർ ഉപയോഗിച്ച് എളുപ്പത്തിലൊരു കപ്സ ഉണ്ടാക്കിയെടുത്താലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ സെല്ല ബസ്മതി റൈസ് 3 കപ്പ് കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം 1 മണിക്കൂർ സോക്ക് ചെയ്യാൻ മാറ്റി വെക്കാം. ഇവിടെ ഞാനിത് കുക്ക് ചെയ്യാൻ 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നിറയെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ചെറിയ വലുപ്പത്തിലുള്ള 2 സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. വലിയ സവാളയാണെങ്കിൽ 1.5 സവാള മതിയാകും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ചെറിയ 2 കഷ്ണം പട്ട ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 4 ഗ്രാമ്പൂ, പിന്നെ 2 ഏലക്ക, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം. ഇവിടെ 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 3 കപ്പിന് 4.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ചിക്കൻ ക്യൂബ് കൈകൊണ്ട് പൊടിച്ച് എന്നിട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കബ്സക്ക് ഏറ്റവും ടേസ്റ്റ് കൂടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ചിക്കൻ ക്യൂബ്. അപ്പം ഈ ചിക്കൻ ക്യൂബ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇനി അടുത്തതായിട്ട് ഒരു ഡ്രൈഡ് ലെമനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂണിനടുത്ത് കുരുമുളകും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ കബ്സ മസാല ഇതിലേക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അറബിക് മസാല ആയാലും മതി. പിന്നെ ഞാനിവിടെ ഒരു ചെറിയ 2 തക്കാളി മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് 2 പച്ചമുളകാണ്. അത് നെടുകെ കീറാതെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. ഇതിന് ശേഷം അവസാനമായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. ഞാനിവിടെ കുറച്ച് ചിക്കനെ എടുത്തിട്ടുള്ളൂ, കാരണം ഈ കുക്കർ 5 ലിറ്റർ ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് ഫുള്ളാവും. അതുകൊണ്ട് ഞാൻ 1 കിലോ ചിക്കനൊന്നും എടുത്തിട്ടില്ല. ഏകദേശം ഒരു 1/2 കിലോ ടു 3/4 കിലോ ചിക്കൻ ഉണ്ടാകും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ 1 കിലോ ചിക്കൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ അളന്ന് വെച്ചിട്ടുള്ള ആ കപ്പിൽ നിന്നും ഒരു 1/4 കപ്പ് വെള്ളം കുറച്ചിട്ട് വേണം എടുക്കാൻ. അല്ലെങ്കിൽ ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി വരുമ്പം ഇതിൽ വെള്ളം ഒരുപാടാവാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് തിളച്ച് വരുമ്പോൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ബസ്മതി റൈസിൻ്റെ കളർ കറക്റ്റ് വൈറ്റല്ല, നമ്മൾ വീട്ടിൽ ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ റൈസിൻ്റെ കളറാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്തിട്ട് ഒരു മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിക്കാം. അപ്പോൾ കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. ഇനിയിപ്പോൾ സെർവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊരു വേറെ പാത്രത്തിലേക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം, അല്ലെങ്കിൽ കുക്കറിൽ കിടന്ന് ചിലപ്പോൾ ഇത് ഓവർ കുക്കാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. കൂടെ തന്നെ നിങ്ങളുടെ വാല്യുവബിൾ ആയിട്ടുള്ള കമൻറ്റും കൂടി രേഖപ്പെടുത്തുക. താങ്ക്